നമസ്കാരം. SB ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസം എല്ലാവരും കണ്ട് ഏറെ സന്തോഷിക്കുകയും ചിരിക്കുകയും മാർത്തുല്ലസിക്കുകയും ഒക്കെ ചെയ്തൊരു വീഡിയോ ആണ് ചെറിയാൻ ഫിലിപ്പിൻ്റെ ക്രൂരകൃത്യങ്ങൾ. പ്രായമായി കഴിഞ്ഞാൽ ഒതുങ്ങണം. പ്രായമായി കഴിഞ്ഞാൽ നിങ്ങൾ ഒതുങ്ങി മാറി നിൽക്കണം. നിങ്ങളുടെ ഞരമ്പ് രോഗം കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വേദി ആക്കരുത് ഇന്ദിരാഭവൻ. ഇന്ദിരാഭവൻ എന്ന് പറഞ്ഞാൽ KPCCയുടെ ആസ്ഥാനം. നിങ്ങൾക്ക് ഞരമ്പ് രോഗം ഉണ്ടായിരിക്കും, അത് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ പച്ചയ്ക്ക് പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രദേശമാകരുത് ഇന്ദിരാഭവൻ. അതല്ലേ കഴിഞ്ഞ ദിവസം കണ്ടത്? വന്നു പോകുന്ന വനിതാ നേതാക്കളെ എല്ലാം അങ്ങോട്ട് കയറി ചെന്ന് ആലിംഗനം ചെയ്യുക. തെറ്റാണെന്ന് പറയുന്നില്ല. ഇന്നത്തെ കാലത്ത് പൊതുവിൽ ആണും പെണ്ണും തമ്മിൽ അല്ലെങ്കിൽ പുരുഷന്മാരും സ്ത്രീകളും തമ്മിൽ ഫോർമൽ ഹഗ്ഗിങ് എന്ന് പറയുന്ന ഒരു സംവിധാനമുണ്ട്. അതൊരു ഔപചാരികതയാണ്, നമുക്കെല്ലാവർക്കും അറിയാം. പക്ഷേ ആ ഒരു ഔപചാരികത നമ്മൾ പുലർത്തുന്നത് അതായത് രണ്ടു പേർക്കും സമ്മതമാണെങ്കിൽ മാത്രമേ ഉള്ളൂ. അതായത് പുരുഷൻ ഈ പറയുന്ന ഒരു ഫോർമൽ ഹഗ്ഗിങ്ങിനായി ഔപചാരികമായ ആലിംഗനത്തിന് വേണ്ടി ചെല്ലുമ്പോൾ സ്ത്രീക്ക് കൂടി അതിന് താല്പര്യമുണ്ടാകണം, അല്ലെങ്കിൽ അനിഷ്ടമുണ്ടാകാൻ പാടില്ല. അതാണ് പൊതുവിലുള്ള ഒരു രീതി. എന്നാൽ വരുന്നവരെയും പോകുന്നവരെയും എല്ലാം സ്ത്രീകളെ മാത്രം തിരഞ്ഞു പിടിച്ചുകൊണ്ട് ചെറിയാൻ ഫിലിപ്പ് അവിടെ നിന്ന് ഗാഠാലിംഗനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനിടയിലേക്കാണ് ബിന്ദു കൃഷ്ണ എന്ന് പറയുന്ന കൊല്ലത്ത് നിന്ന് വിജയിച്ച MLA അവിടേക്ക് എത്തുന്നത്. നിയുക്ത MLA ആണ്, അതായത് ഒരു ജനപ്രതിനിധിയാണ് കോൺഗ്രസിൻ്റെ. കാണിക്കേണ്ട ഒരു മിനിമം മര്യാദ ചെറിയാൻ ഫിലിപ്പിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായില്ല. ചാടിക്കേറി ചെല്ലുന്നു. അപ്പം ആ ബിന്ദു കൃഷ്ണയെ സംബന്ധിച്ചിടത്തോളം ബിന്ദു കൃഷ്ണ പറഞ്ഞു, വേണ്ട, താല്പര്യമില്ല, വേണമെങ്കിൽ ഒരു ഷേക്ക് ഹാൻഡ് ആവാം. ഇല്ല, പറ്റില്ല. ചാടിക്കേറി അങ്ങോട്ട് ചെല്ലുക. ആദ്യം ഒന്ന് ശ്രമിച്ചു, ബിന്ദു കൃഷ്ണ കുതിറി മാറി, അതൊന്ന് മാറ്റി, തള്ളി മാറ്റി. വീണ്ടും ചെല്ലുന്നു, വീണ്ടും തള്ളി മാറ്റിയിട്ട് ബിന്ദു കൃഷ്ണ അവിടെ നിന്ന് പോവാണ് രംഗത്ത് നിന്ന്. ഇതെങ്ങനെയാണ്? ഇത് ശരിയായ ഒരു നടപടിയായി തോന്നുന്നില്ല. കാരണം ഒരു കോൺഗ്രസ്സുകാരനായതുകൊണ്ട് തന്നെ ചില കാര്യങ്ങളിലൊക്കെ ചില പിടിവാശികളൊക്കെ ഉണ്ടാവാം, അത് വിട്ടേക്കൂ. അത്തരം പിടിവാശികൾ പബ്ലിക്കായി പാടില്ല. അത്രയും മാധ്യമപ്രവർത്തകർ ക്യാമറയും തുറന്നു വെച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു പൊതുവേദി, ആ പൊതുവേദിയിൽ വെച്ച് ഇമ്മാതിരി അഹമ്മദി കുറച്ച് കടുത്തു പോയില്ലേ ചെറിയാൻ ഫിലിപ്പേ എന്ന് ചോദിക്കേണ്ടി വരും. ഇവിടെ ചെറിയാൻ ഫിലിപ്പിന് തന്നെ അറിയാവുന്ന കാര്യമാണ്, നിങ്ങൾക്കെല്ലാം വളരെ വ്യക്തമായി അറിയാവുന്ന കാര്യമാണ്. ഒരു മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ട് ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കാൻ വേണ്ടി ഒരു യുവതി ഒരു പ്രോജക്റ്റും സോളാർ എന്ന് പറയുന്ന ഒരു പ്രോജക്റ്റുമായി കേരളത്തിലെ കോൺഗ്രസ്സുകാരന്മാരെയും കോൺഗ്രസ് മന്ത്രിമാരെയും കണ്ടപ്പോൾ ആ യുവതിക്ക് നേരിടേണ്ടി വന്ന ഒരു പീഡനത്തിൻ്റെ കഥയുണ്ട്. ആ കഥ പിന്നീട് അവർ പത്രസമ്മേളനം വിളിക്കുകയും പബ്ലിക്കായി പറയുകയും ചെയ്തു. പബ്ലിക്കായി പറയുക മാത്രമല്ല, അതിൻ്റെ അന്ന് ഈ പറയുന്ന യുവതിയുടെ കത്തിന് വേണ്ടി കടിപിടിയായിരുന്നു. എൻ്റെ പേരുണ്ടോ എന്ന് നോക്കാൻ വേണ്ടി കോൺഗ്രസ്സുകാർ ഓരോരുത്തരും തമ്മിൽ മത്സരിച്ച ഒരു കാലമായിരുന്നു 2015 അന്ത്യപാദം മുതൽ 2016 വരെയുള്ള കാലം. അതാണ് കോൺഗ്രസിൻ്റെ തനി ഗുണമെന്ന് പറഞ്ഞാൽ. ഒരു ബിസിനസ്സുകാരി അല്ലെങ്കിൽ ഒരു വ്യവസായി, ഒരു സംരംഭക ഒരു പ്രൊജക്റ്റ് നടപ്പിലാക്കാൻ വേണ്ടി കോൺഗ്രസ്സുകാരുടെ വാതിലിൽ മുട്ടിയപ്പോൾ ആ യുവതിക്ക് നേരിടേണ്ടി വന്ന പീഡനത്തിൻ്റെ കഥ. എന്നിട്ട് ഏറ്റവും ഒടുവിൽ ഈ പറയുന്ന നേതാക്കന്മാരെല്ലാം പൗഡറും പൂശി മുഖം മിനുക്കി രക്ഷപ്പെട്ടു. അതിൽ ഏറ്റവും ഒടുവിൽ വരെ കൊടിയ പീഡനത്തിന് ഇരയായി മാറിയത് ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന നേതാവായിരുന്നു. ആ ഉമ്മൻചാണ്ടിയെ കൊടുക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ്സുകാർ തന്നെ ഒരു കെണി ഒരുക്കി വെച്ചു. ആ കെണിയിലേക്ക് വളരെ കൃത്യമായി തന്നെ ഉമ്മൻചാണ്ടി വന്ന് വീഴുകയും ചെയ്തു. മറിയാമ്മ ഉമ്മൻ ഈ കാര്യമൊക്കെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ചാണ്ടി ഉമ്മന് പോലും അതിനെക്കുറിച്ച് വലിയ ഓർമ്മയൊന്നുമില്ല. അത് വേറൊരു കാര്യം. അത് വലിയ വാർത്തയിലേക്ക് ഇടം പിടിച്ചു കഴിഞ്ഞപ്പോൾ കോൺഗ്രസ്സുകാർ തന്നെ ഉമ്മൻചാണ്ടിയെ കുറ്റം പറയാനും തെരുവിലിട്ട് കല്ലെറിയാനും തുടങ്ങിയ സമയം മുതൽ ആ സമയമായപ്പോൾ ഇടതുപക്ഷം, അതായത് അന്നത്തെ പ്രതിപക്ഷം വിഷയം ഏറ്റെടുക്കുകയും അതിനെ ഒരു വലിയ പ്രശ്നമാക്കി ഉയർത്തി കാണിക്കുകയും ചെയ്തു എന്നുള്ളതാണ് വാസ്തവം. അത് ചാണ്ടിയുമ്മനും അറിയാവുന്ന കാര്യമാണ്. പിന്നെ ചാണ്ടിയുമ്മൻ കള്ളം പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു സംഭവം നമ്മുടെ നാട്ടിലുണ്ടായതാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിലുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാത്തിൻ്റെയും ഗുണം ഇങ്ങനെ തന്നെയാണ് സമ്മതിക്കേണ്ടി വരും, അല്ലെ പറയേണ്ടി വരും. ഈ രീതിയിലൊക്കെയാണ് അവരുടെ പ്രവർത്തനം. സ്ത്രീകളോട് അവമതിപ്പുള്ള ഒരു തരം ആൾക്കാർ, അവമതിപ്പെന്നും പറയാൻ പറ്റില്ല, അവരെ വ്യക്തികളായിട്ടോ അവരെ നമ്മുടെ സമൂഹത്തിൻ്റെ ഭാഗമായിട്ടോ ഒരു ജനപ്രതിനിധിയെ അതിൻ്റെ നിലവാരത്തോടു കൂടിയോ കാണാൻ അവർക്ക് കഴിയുന്നില്ല. സിമി റോസ്ബെൽ എന്ന് പറയുന്ന ഒരു വനിതാ നേതാവ് കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി എന്നുകൊണ്ട് അവർ സധൈര്യം മാധ്യമങ്ങൾക്ക് മുമ്പിൽ വിളിച്ചു പറഞ്ഞിരുന്നു. ഇവിടെ VD സതീശൻ്റെ ഒരു നേതൃത്വത്തിൽ ഇവിടെ കോൺഗ്രസിനുള്ള ഒരു വലിയ പവർ ഗ്രൂപ്പ് പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള വിവരം അവർ വിളിച്ചു പറഞ്ഞിരുന്നു. എന്താണ് അതിൻ്റെ അർത്ഥമെന്ന് അറിയാമല്ലോ. പവർ ഗ്രൂപ്പ് എന്തിനു വേണ്ടിയിട്ടായിരുന്നുവെന്നും ആ പവർ ഗ്രൂപ്പ് കേരളത്തിൽ അല്ലെങ്കിൽ കോൺഗ്രസിനുള്ളിൽ നടത്തിക്കൊണ്ടിരുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയായിരുന്നുവെന്നും നമുക്കെല്ലാവർക്കും ഊഹിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ തട്ടുകേടുകളും എല്ലാം മാറി വരുന്ന ഒരു സമയത്ത് തന്നെ, അല്ലെങ്കിൽ VD സതീശനെ കുറിച്ച് തന്നെ ഒരു സ്ത്രീ ഒരു ഫേസ്ബുക്ക് ലൈവിൽ വന്നു എന്നൊരു കഥ പറയുകയുണ്ടായി.
അത് നമ്മൾ കേട്ടതാണ്. അതിൻ്റെ അലയോലികൾ ഒടുങ്ങും മുമ്പാണ് ഇവിടുത്തെ ഒരു യുവകോമളനായ സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ കാണിച്ചു കൂട്ടിയ വിക്രിയകളെക്കുറിച്ചുള്ള കഥകൾ പുറം ലോകത്തേക്ക് എത്തുന്നത്. റിനിയാൻ ജോർജ് എന്ന് പറയുന്ന ഒരു യുവതി ഒരു മാധ്യമ സമ്മേളനം വിളിച്ചിരുന്നു. ആ ഒരു പ്രസ് മീറ്റിനിടയിൽ നിന്നുകൊണ്ട് ഈ മനുഷ്യനെക്കുറിച്ച്, ഈ യുവകോമളനെക്കുറിച്ചുള്ള കഥകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. അതിനുശേഷം 1, 2, 3, 4 എന്ന് പറയുന്ന രീതിയിൽ ഓരോ കഥകളായിട്ട് ഓരോ സ്ത്രീകൾ പുറത്തേക്ക് വരുന്ന കാഴ്ച നമ്മൾ കണ്ടു. ഓരോ സ്ത്രീകളും ഏറ്റവും ഒടുവിൽ ഇവിടെ കോടതിയിൽ, തിരുവല്ല കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു ഈ മാന്യദേഹത്തിന് പേരിൽ. തിരുവല്ലയിലെ ഒരു ഹോം സ്റ്റേയിൽ വെച്ച് അല്ലെങ്കിൽ ഹോട്ടലിൽ വെച്ച് ആ പെൺകുട്ടിയോട് അതിക്രൂരമായ രീതിയിൽ പെരുമാറി, ദേഹോപദ്രവം ഏൽപ്പിച്ചു, പീഡനം നടത്തി എന്ന് പറഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി ആ യുവതി ഇപ്പോൾ ആ യുവതിയുടെ ആ പരാതിയിന്മേലുള്ള കുറ്റപത്രം സമർപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇതാണ് കോൺഗ്രസിൻ്റെ ഒരു പശ്ചാത്തലം. ഏറ്റവും കൂടുതൽ പ്രശോഭ് സി എന്ന് പറയുന്ന ഒരുത്തൻ പാലക്കാട് നിന്ന്, അവനാണെങ്കിൽ പാലക്കാടേക്ക് പഠിക്കാൻ വന്ന ഒരു ദളിത് പെൺകുട്ടിയെ പീഡനം നടത്തി. ആ പെൺകുട്ടിയോട് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ഇപ്പം ജോലി മേടിച്ചു തരാം, നാളെ ജോലി മേടിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞ് പ്രലോഭിപ്പിച്ച് ആ കുട്ടിയുമായി ബന്ധം പുലർത്തി. ഏറ്റവും ഒടുവിൽ ആ കുട്ടിക്ക് ഒന്നും നടന്നില്ല എന്ന് മാത്രമല്ല, ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിക്കുക കൂടി ചെയ്തു. എന്നിട്ട് ഏറ്റവും ഒടുവിൽ പറഞ്ഞു, നീ ഇനി പരാതിയായിട്ട് പോയാൽ വി കെ ശ്രീകണ്ഠൻ ഇപ്പം എൻ്റെ പോക്കറ്റിൻ്റെ ഈ സൈഡിലും MLA ആയ രാഹുൽ മാങ്കൂട്ടത്തിൽ അപ്പുറത്തെ സൈഡിലും കിടപ്പുണ്ട്, വേറൊരു സൈഡിൽ ഷാഫി പറമ്പിലും കിടപ്പുണ്ടെന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെ ഭയപ്പെടുത്തി. അതായത് നീ നിയമപരമായി പോയി കഴിഞ്ഞാൽ നിനക്കൊരു കുന്തവും ഇവിടെ കിട്ടത്തില്ല എന്ന് പറഞ്ഞു. ഏറ്റവും ഒടുവിൽ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ആ പെൺകുട്ടിക്കെല്ലാം തുറന്നു പറയേണ്ടി വന്നു ഈ പ്രക്ഷോഭിനെ കുറിച്ച്. പ്രക്ഷോഭിൻ്റെ കുറേയധികം നല്ല ചിത്രങ്ങൾ മാധ്യമങ്ങളിലൊക്കെ വന്നിരുന്നു, സാമൂഹ്യ മാധ്യമങ്ങളടക്കം പുറത്തേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെയോ നമുക്കറിയാം, ആര്യാട മുഹമ്മദ് എന്ന് പറയുന്ന നേതാവ്, ആര്യാട ഷൗക്കത്ത്, ഇപ്പോൾ MLA ആയിരിക്കുന്ന ആര്യാട ഷൗക്കത്തിൻ്റെ പിതാവ്, അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വെച്ചിട്ടാണ് ഓഫീസ് സ്റ്റാഫ് അവിടെ അടിച്ചു തെളിക്കാൻ അല്ലെങ്കിൽ അവിടെ തൂത്തുവാരാൻ ചെന്ന ഒരു സ്ത്രീയെ കയറി കൊലപ്പെടുത്തുന്നത്. അങ്ങനെ എത്രയെത്ര കോൺഗ്രസിൻ്റെ വീര കഥകൾ, സ്ത്രീകൾക്ക് മേൽ നേടിയ വിജയങ്ങളെക്കുറിച്ചുള്ള കഥകൾ പുറത്തേക്ക് വരുന്നുണ്ട്. പി കെ ശശിയെ എടുത്ത് തോളത്ത് വെച്ചുകൊണ്ട് നടക്കുന്നുണ്ട്. ഇനി പി കെ ശശിയുടെ പേരും പറഞ്ഞുകൊണ്ട് CPM കയറി അറ്റാക്ക് ചെയ്യാൻ അവർ വരില്ല. മെയിൻ പീഡകനായിരുന്നില്ല അവർക്ക് പി കെ ശശി, ഇപ്പോൾ പി കെ ശശി അവരുടെ കൂടെ, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന നിരവധിയായ കഥകൾ കോൺഗ്രസിൻ്റെ, അല്ലെങ്കിൽ അത് പേറുന്ന ഒന്നാണ് ശരിക്കും ഈ ഇന്ദിരാ ഭവൻ എന്ന് പറഞ്ഞാൽ തിരുവനന്തപുരത്ത് വെള്ളയമ്പലത്ത് സ്ഥിതി ചെയ്യുന്നത്. ഇതുകൂടാതെ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ ചില കഥകൾ വേറെയുണ്ട്, കെ മുരളീധരനുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട്. അത്തരം കഥകളും പ്രചരിക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇങ്ങനെ തുടങ്ങിയ നിരവധി കഥകളടങ്ങിയ ഒരിടമാണ് ഇന്ദിരാഭവൻ. കഥകളുണ്ട്, ഉപകഥകളുണ്ട്, കള്ളക്കഥകളുണ്ട്, നല്ല കഥകളുണ്ട്, അങ്ങനെ എല്ലാം അടങ്ങുന്ന ഒന്നാണ് ശരിക്കും ഈ പറയുന്ന ഇതിൻ്റെ, അതായത് ഈ സർക്കാർ അല്ലെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ. ഈ കോൺഗ്രസിൻ്റെ പുതിയ കഥയുമായി ഈ ചെറിയാൻ ഫിലിപ്പ് എന്ന് പറയുന്ന ഒരാൾ ഇങ്ങനെ ഈ പരസ്യമായി ഇങ്ങനെ ഒരു വൈകൃതം നടത്തുമ്പോൾ ശരിക്കും ഇത് അന്വേഷിക്കപ്പെടേണ്ടതാണ്, ചോദ്യങ്ങൾ ഉന്നയിക്കപ്പെടേണ്ടതാണ്, പറ്റിയാൽ ഇതിനെതിരെ നടപടിയും ഉണ്ടാകേണ്ടതാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.